സെക്കൻഡ് ഇയറിലെ 6ാമത്തെ യൂണിറ്റ് പഠിച്ചു തുടങ്ങാം. 6ാമത്തെ യൂണിറ്റിന്റെ പേര് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ്. മെറ്റലർജി നമുക്ക് ചുരുക്കി പറയാം. ഇതാണ് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ. എന്താണെന്ന് നോക്കാം. ഇപ്പോൾ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന മെറ്റലുകൾ എലമെന്റ്സ് കുറവാണ്. ഇപ്പോൾ ഗോൾഡ്, പ്ലാറ്റിനം, കാർബൺ, സൾഫർ, പിന്നെ നോബിൾ ഗ്യാസസ്, ഇങ്ങനെ വളരെ കുറച്ച് ദുർലഭമായ എലമെന്റ്സ് മാത്രമേ സ്വതന്ത്ര അവസ്ഥയിൽ പ്രകൃതിയിൽ കാണപ്പെടുന്നുള്ളൂ. ബാക്കിയൊക്കെ അപ്പോൾ എങ്ങനെയായിരിക്കും കാണുന്നത്? ബാക്കി 3/4 പങ്കും, ഏറിയ പങ്ക് എലമെന്റ്സും മറ്റേതെങ്കിലും എലമെന്റുമായി കൂടിച്ചേർന്ന് കോമ്പൗണ്ടുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന നാച്ചുറലി ഒക്കറിങ് കോമ്പൗണ്ടുകളെ നമുക്ക് മിനറൽസ് എന്ന് പറയാം. എലമെന്റ്സ് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന കോമ്പൗണ്ടുകളെ മിനറൽസ് എന്ന് വിളിക്കും. ഈ മിനറൽസിൽ നിന്ന് വേണം നമ്മൾ എലമെന്റുകളെ, മെറ്റലുകളെ ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ കുറേ മിനറൽസ് കാണും. ഇപ്പൊ നോക്കി, അയൺ ഒരു മെറ്റലാണ്. ഈ അയൺ നാച്ചുറലി ഒക്കറിങ് കോമ്പൗണ്ടുകളാണ്. അയൺ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അയൺ കാണപ്പെടുന്ന കോമ്പൗണ്ടുകളാണ് ഇതെല്ലാം. ഹേമറ്റേറ്റ്, മാഗ്നറ്റേറ്റ്, സിഡറൈറ്റ്, അയൺ പൈറൈറ്റീസ്, ഇതെല്ലാം അയണിന്റെ നാച്ചുറലി ഒക്കറിങ് കോമ്പൗണ്ടുകളാണ്. അപ്പൊ ഇവരെല്ലാം അയണിന്റെ മിനറൽസ് എന്ന് വിളിക്കാൻ സാധിക്കും. പക്ഷെ ഈ എല്ലാ മിനറലുകളിൽ നിന്നും അയണിനെ വേർതിരിച്ചെടുക്കുന്നത് സാധ്യമല്ല. അതെന്ന് വെച്ചാൽ അതിന്റെ പ്രായോഗിക വശവും പിന്നെ അതിന്റെ ഇക്കോണമി, അത് നമ്മുടെ സാമ്പത്തിക ലാഭവും ഒക്കെ നോക്കിയാണ്. ആ കിട്ടുന്ന ഈൽഡ് എത്രത്തോളം ഉണ്ട്, പിന്നെ ചെയ്യാനുള്ള എളുപ്പം, ഇതെല്ലാം നോക്കിയായിരിക്കും ഒരു മിനറൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒരു എലമെന്റിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിനറൽ സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ അതെല്ലാം പരിഗണിച്ചിട്ടായിരുന്നു നമ്മളൊരു മിനറലിനെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഏത് മിനറലിൽ നിന്നാണോ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ആ മിനറലിനെ നമ്മൾ ഓർ എന്ന് പറയും. ഇപ്പൊ അയണിന്റെ ആണെങ്കിൽ ഹേമറ്റേറ്റ് ആണ് ഓർ. ഹേമറ്റേറ്റിൽ നിന്നാണ് അയണിനെ വേർതിരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അയണിന്റെ ഓർ ഹേമറ്റേറ്റ് ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ നാച്ചുറലി ഒക്കറിങ് കോമ്പൗണ്ട്സ് മിനറൽസ് എന്ന് പറയാം. ഓർ ആണെങ്കിലോ ദ മിനറൽ ഫ്രം വിച്ച് an element can be extracted. എലമെന്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മിനറലിനെയാണ് ഓർ എന്ന് വിളിക്കുന്നത്. ഏത് മിനറലിൽ നിന്നാണോ ഈ എലമെന്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ആ മിനറലിനെയാണ് ഓർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം. ഓൾ മിനറൽസ് ആർ ഓർസ്, ഓൾ ഓർസ് ആർ മിനറൽസ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ് ആകുന്നത്? ഏതായിരിക്കും? ഇപ്പൊ നമ്മൾ പറയുന്നു ഓൾ സ്റ്റുഡൻസ് ആർ ബോയ്സ്, ഓൾ ബോയ്സ് ആർ സ്റ്റുഡൻസ്. ഏതാ കറക്റ്റ്? ഓൾ ബോയ്സ് ആർ സ്റ്റുഡൻസ്, അതല്ലേ കറക്റ്റ്? അപ്പൊ അതേപോലെ ഇത് ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓൾ ഓർസ് ആർ മിനറൽസ്. എല്ലാ ഓറും മിനറൽ തന്നെയാണ്, പക്ഷെ എല്ലാ മിനറലും ഓർ ആകുന്നില്ല. എന്തുകൊണ്ടാ? നമുക്ക് പ്രോഫിറ്റബിളി ഏത് മിനറലിൽ നിന്നാണോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ആ മിനറലിനെയാണ് ഓർ എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഓൾ നാച്ചുറലി ഒക്കറിങ് കോമ്പൗണ്ട്സ് ആർ കോൾഡ് ഓർസ്. ദ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് പ്രോഫിറ്റബിളി ഈസ് കോൾഡ് ഓർ. കുറെ മെറ്റലുകളും ഇതെല്ലാം മെറ്റൽസാണ് തന്നേക്കുന്നത്. മെറ്റലുകളും അതിൻ്റെ മിനറൽസും തന്നിട്ടുണ്ട്. അതിൻ്റെ കെമിക്കൽ ഫോർമുലയും ഉണ്ട് ഇവിടെ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാണ് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാം. സിങ്കിന്റെ ആണെങ്കിൽ സിങ്ക് ബ്ലെൻഡ്, കലാമിൻ, സിങ്കൈറ്റ് ഫോർമുല ഉണ്ട് ഓരോന്നിൻ്റെ. സിങ്ക് ബ്ലെൻഡ് സിങ്ക് സൾഫൈഡ് ആണ്, കലാമിൻ സിങ്ക് കാർബണേറ്റ്, സിങ്കൈറ്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് ആണ്. അലുമിനിയത്തിന്റെ നമ്മൾ കേട്ടിട്ടുള്ള പേര് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. പിന്നെ കെയോലിനേറ്റ് എന്നുള്ള മിനറലും ഉണ്ട്. ബോക്സൈറ്റ് അലുമിനിയം ഓക്സൈഡാണ്. കെയോലിനേറ്റിന്റെ ഫോർമുല ഇതാണ്. പിന്നെ അയണിന്റെ കുറെ തന്നിട്ടുണ്ട്. ഹേമറ്റേറ്റ്, മാഗ്നറ്റേറ്റ്, സിഡറൈറ്റ്, അയൺ പൈറൈറ്റീസ് ഒക്കെ. ഹേമറ്റേറ്റും മാഗ്നറ്റേറ്റും അയണിന്റെ ഓക്സൈഡ്സ് ആണ്. ഫോർമുലയിലുള്ള വ്യത്യാസമുള്ള Fe2O3 Fe3O4. സിഡറൈറ്റ് അയൺ കാർബണേറ്റ് ആണ്. അയൺ പൈറൈറ്റീസ് അയൺ സൾഫൈഡ് ആണ്, FeS2.
കോപ്പറിന്റെ കോപ്പർ പൈറേറ്റീസ്, മാലക്കൈറ്റ്, കുപ്രൈറ്റ്, കോപ്പർ ഗ്ലാൻസ്. അതിനകത്തിലെ കോപ്പർ പൈറേറ്റീസ് എന്ന് പറഞ്ഞൊരു മിക്സഡ് സൾഫൈഡാണ്. അയണിന്റെയും കോപ്പറിന്റെയും കൂടെ ചേർന്നൊരു സൾഫൈഡാണ് കോപ്പർ പൈറേറ്റീസ്, CuFeS2. മാലക്കൈറ്റ് കോപ്പർ കാർബണേറ്റ്, കോപ്പർ ഹൈഡ്രോക്സൈഡ് രണ്ടും കൂടെ ചേർന്നാണ്. പിന്നെ കുപ്രൈറ്റ് കോപ്പർ ഓക്സൈഡ് Cu2O, കോപ്പർ ഗ്ലാൻസ് Cu2S. പിന്നെ ഉണ്ട് ലെഡിന്റെ ഒരെണ്ണമുണ്ട്, അതുകൂടെ ഓർത്തിരുന്നാട്ടെ. ലെഡിന്റെ ഒരു എന്താ ലെഡിന്റെ ഓറാണ് ഗ്യാലന എന്ന് പറയും, ഗ്യാലന. ഇതിന്റെ ഫോർമുല PbS ആണ്. ലെഡ് സൾഫൈഡ് ആണ് ഗ്യാലന, ലെഡിന്റെ ഓറാണ്. ഈ ഒരു പേര് ഓർത്തിരിക്കുക, ഗ്യാലന. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, മെറ്റലുകൾ പ്രകൃതിയിൽ അതിന്റെ കോമ്പൗണ്ടുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ കോമ്പൗണ്ടുകളെല്ലാം നമ്മൾ മിനറലിൽ നിന്ന് വിളിക്കും. ഏത് മിനറലിൽ നിന്നാണോ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ആ മിനറലിനെ ഓർ എന്ന് പറയുന്നു, അല്ലേ? ഇനി ഈ മിനറലുകൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുക ചെയ്യുന്നത്, മണ്ണിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരു മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രോസസ്സുകൾ ചേർന്നാണ്. ആ ഉള്ള പ്രോസസ്സുകളെല്ലാം കൂടെ ചേർത്തിട്ട് മെറ്റലർജി എന്ന് പറയും. മെറ്റലർജി. എന്താണ് മെറ്റലർജി? ഓൾ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ദ ഐസൊലേഷൻ ഓഫ് എ മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. എന്താ പറഞ്ഞേ, ഒരു ഓറിൽ നിന്നും ഒരു മെറ്റലിനെ ഐസൊലേറ്റ് വേർതിരിച്ചെടുക്കുമ്പോഴുള്ള എല്ലാ ടെക്നോളജിക്കൽ സയന്റിഫിക് എല്ലാ പ്രോസസ്സുകളെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് മെറ്റലർജി. എന്താണ് മെറ്റലർജി? ഇറ്റ് ഇൻവോൾവ്സ് ഓൾ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക് പ്രോസസ്സസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഐസൊലേഷൻ ഓഫ് എ മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. പിടികിട്ടിയല്ലോ, അതാണ് മെറ്റലർജി എന്ന് പറയുന്നത്. ഇനി മെറ്റലർജി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അതിന് 3 സ്റ്റേജസ് ആണുള്ളത്, അല്ലെ 3 സ്റ്റെപ്സ് ആണ് മെറ്റലർജിയിലുള്ളത്. ഇപ്പൊ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു ഓർ, അതിനകത്തില് എന്താ മണ്ണും മറ്റെന്തെങ്കിലുമൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഇമ്പ്യൂരിറ്റീസിനെല്ലാം ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിനെല്ലാം നീക്കം ചെയ്യണം. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. കോൺസെൻട്രേഷൻ ആണ് അവക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. എന്താ കോൺസെൻട്രേഷൻ? ഇറ്റ് ഈസ് എ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ. നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന ഈ ഓറിനെ, ഭൂമിയിൽ നിന്ന് എടുക്കുന്ന ഈ ഓറിനെ എന്താ പ്യൂരിഫൈ ചെയ്തെടുക്കുക. പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ ഈസ് കോൾഡ് കോൺസെൻട്രേഷൻ. എന്തിനു വേണ്ടി പ്യൂരിഫൈ ചെയ്യുന്നേ? അതിനകത്തിൽ ഓർ അല്ലാതെ മറ്റ് അന്യ പദാർത്ഥങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. ആ ഇമ്പ്യൂരിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. ഒരു ഓറിനകത്തിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഗാങ് എന്ന് വിളിക്കും. എന്താ ഗ്യാങ്? ദ ഇമ്പ്യൂരിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഓർ. ഒരു ഓറിനകത്തിൽ ഓർ പാർട്ടിക്കിൾ അല്ലാതെ മറ്റെന്തുണ്ടെങ്കിലും അതിന് നമുക്ക് ഇമ്പ്യൂരിറ്റി എന്ന് പറയാം. ആ ഇമ്പ്യൂരിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. ഇനി ഈ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റാൻ വേണ്ടിയിട്ട്, മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും സബ്സ്റ്റൻസ് ആ ഇമ്പ്യൂരിറ്റിയുടെ നേച്ചറിനനുസരിച്ച്, ഗ്യാങ്ങിന്റെ നേച്ചറിനനുസരിച്ച് ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് ഗ്യാങ്ങിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വാഷ് ചെയ്തോ അങ്ങനെയൊക്കെ അല്ലാതെ അങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത തരം ഗ്യാങ്ങുകൾ കാണും. അപ്പൊ അതിന് ഏതെങ്കിലും കെമിക്കൽ മെത്തേഡ്സിലൂടെയാണ് നീക്കം ചെയ്യുന്നത്. അതിനുവേണ്ടി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ ഫ്ലക്സ് എന്ന് വിളിക്കും. ഗ്യാങ് റിമൂവ് ചെയ്യാൻ, ഇപ്പൊ ഗ്യാങ് അസിഡിക് ആണെങ്കിൽ ഫ്ലക്സ് ബേസിക് ആയിരിക്കും, അത് രണ്ടോടെ റിയാക്ട് ചെയ്തൊരു കോമ്പൗണ്ട് ആയിട്ട് അങ്ങ് മാറും. അതല്ല ഗ്യാങ് ബേസിക് ആണെങ്കിൽ ഫ്ലക്സ് അസിഡിക് ആയിരിക്കും. അങ്ങനെ ഇപ്പൊ മറ്റ് ഈ കോൺസെൻട്രേഷന് പല മെത്തേഡുകളുണ്ട്. ആ മെത്തേഡിലൂടെ ഒന്നും നീക്കം ചെയ്യാൻ പറ്റാത്ത ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലക്സ് ആഡ് ചെയ്യുന്നത്. ഇനിയോ ഈ ഗ്യാങ് ഫ്ലക്സൂടെ റിയാക്ട് ചെയ്തിട്ട് ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകും, അതിനെ സ്ലാഗ് എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? മെറ്റലർജിക്ക് അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. എന്താണ് കോൺസെൻട്രേഷൻ? ഇറ്റ് ഈസ് എ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ഓർ. ഓറിന്റെ ശുദ്ധീകരണമാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓറിനകത്തിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ എന്ത് വിളിക്കാം? ഗ്യാങ് എന്ന് പറയും. ദ ഇമ്പ്യൂരിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഓർ ഈസ് കോൾഡ് ഗ്യാങ്.
ഈ മറ്റു മെത്തേഡിലൂടൊന്നും നീക്കം ചെയ്യാൻ പറ്റാത്ത ഗ്യാങ്ങുകളാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കൽ ആഡ് ചെയ്യും. ആ ആഡ് ചെയ്യുന്ന കെമിക്കലിനെ ഫ്ലക്സ് എന്ന് വിളിക്കും. The substance added to remove gang is called flux. ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഗ്യാങ് ആൻഡ് ഫ്ലക്സ് റിയാക്ട് ടുഗദർ ടു ഫോം സ്ലാഗ്. ഗ്യാങ്ങും ഫ്ലക്സോടെ റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന പുതിയ സബ്സ്റ്റൻസിനെയാണ് ഗ്യാങ് എന്ന് വിളിക്കുന്നത്. സ്ലാഗ് എന്ന് പറയുന്നത്. ഗ്യാങ് അസിഡിക് ആണെങ്കിൽ ഫ്ലക്സ് ബേസിക് ആയിരിക്കും. അപ്പൊ അത് രണ്ടോട് റിയാക്ട് ചെയ്തിട്ട് ഒരു സബ്സ്റ്റൻസ്, ഒരു സോൾട്ട് ഫോം ചെയ്യും. അതാണ് അടുത്ത സ്ലാഗ്. ഓക്കെ, രണ്ടാമത്തെ പ്രോസസ്സാണ്. അപ്പൊ ഒന്നാമത്തെ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. നമ്മൾ എടുത്ത ഓറിനെ എല്ലാം, അതിലെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ശുദ്ധീകരിച്ച് വെച്ചു. ഇനി എന്ത് ചെയ്യണം? ആ പ്യുവറായിട്ടുള്ള ശുദ്ധീകരിച്ച് വെച്ച ഓറിൽ നിന്നും മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അത്. എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ ഫ്രം ദ ഓർ. എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഐസൊലേഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം ദ ഓർ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഓറിൽ നിന്നും മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ അലുമിനിയത്തിന്റെ ആണെങ്കിൽ ബോക്സൈറ്റ് A2O3 ആണ്. അതിൽ നിന്നും ALനെ മാറ്റിയെടുക്കണം. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. ഇനി അപ്പൊ ഓറിനകത്തുനിന്ന് മെറ്റലിനെ വേർതിരിച്ചു വെച്ചു. ഇനിയോ പല പല സ്റ്റെപ്പുകളിലൂടെയാണല്ലോ ഈ മെറ്റലിനെ വേർതിരിച്ചു വെക്കുന്നത്. അപ്പൊ ആ കടന്നു വന്ന സ്റ്റെപ്പുകളിലെല്ലാം ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് ഈ മെറ്റലിന്റെ കൂടെ ചേർന്ന് വരാം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഈ എക്സ്ട്രാക്റ്റഡ് മെറ്റലിനകത്തിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്യൂരിറ്റീസ് അടിഞ്ഞുകൂടാ. എക്സ്ട്രാക്റ്റഡ് മെറ്റലിലും ഇമ്പ്യൂരിറ്റീസ് കടന്നുകൂടാ. ഇനി ആ ഇമ്പ്യൂരിറ്റി നീക്കം ചെയ്യണ്ടേ? ആ സ്റ്റെപ്പിന് പറയുന്ന പേരാണ് റിഫൈനിങ് ഓഫ് ദ മെറ്റൽ. റിഫൈനിങ് ഓഫ് ദി മെറ്റൽ. എന്താണ് റിഫൈനിങ്? എക്സ്ട്രാക്റ്റഡ് മെറ്റലിലെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഫൈനിങ്. അപ്പൊ നമ്മൾ എന്തോ പറഞ്ഞത്? മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൾ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ദ ഐസൊലേഷൻ ഓഫ് എ മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ ഈസ് കോൾഡ് മെറ്റലർജി. അത് 3 സ്റ്റെപ്പുകളിലൂടെയാണ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. നമ്മൾ കുഴിച്ചെടുക്കുന്ന ഓറിലെ ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ. ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ ഓർ. രണ്ടാമത് പ്യൂരിഫൈ ചെയ്തെടുത്ത ഓറിൽ നിന്ന് മെറ്റലിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ എന്ന് പറയും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? റിഫൈനിങ് ഓഫ് ദി മെറ്റൽ. എന്താണ്? ഇറ്റ് ഈസ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദി എക്സ്ട്രാക്റ്റഡ് മെറ്റൽ. എക്സ്ട്രാക്ട് ചെയ്തെടുത്ത മെറ്റലിലെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദി എക്സ്ട്രാക്റ്റഡ് മെറ്റൽ. അതിനാണ് റിഫൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ. അത് ഓറിന്റെ പ്യൂരിഫിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഒരു ഓറിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് അതിന് പല മെത്തേഡ്സ് ഉണ്ട്. നമ്മളൊരു മെത്തേഡ് സെലക്ട് ചെയ്യുന്നത് ആ ഓറിന്റെയും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിന്റെ നേച്ചറിനെ ബേസ് ചെയ്താണ്. ഏത് മെത്തേഡ് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന എന്തിനെയൊക്കെ ബേസ് ചെയ്താ? ആ ഓർ പാർട്ടിക്കിളിന്റെ ഇമ്പ്യൂരിറ്റീസിന്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് കോൺസെൻട്രേഷന് വേണ്ടിയുള്ള ഒരു മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേതാണ് ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക് വാഷിംഗ് എന്തുവാ? വെള്ളത്തിനകത്ത് കഴുകിയെടുക്കുന്നത്. അപ്പൊ അവിടെ എന്ത് പ്രത്യേകത ആയിരിക്കും ഉള്ളത്? അതിന്റെ പ്രിൻസിപ്പിൾ എന്തായിരിക്കും? വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുക. എന്തായിരിക്കും പ്രിൻസിപ്പിൾ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റി ഓഫ് ഓർ പാർട്ടിക്കിൾസ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ്. ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താ? ഭാരം. ഓർ പാർട്ടിക്കിളിന്റെ ഇമ്പ്യൂരിറ്റിയുടെ വെയിറ്റിലുള്ള വ്യത്യാസം. ഓറും ഇമ്പ്യൂരിറ്റിയും തമ്മിൽ വെയിറ്റിൽ കാര്യമായ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളിടത്താണ് ഏത് ഈ ഹൈഡ്രോളിക് വാഷിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ഗ്രാവിറ്റി, ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റി. അതുകൊണ്ട് തന്നെ ഇനി വേറൊരു പേരോടുണ്ട്, ഗ്രാവിറ്റി സെപ്പറേഷൻ എന്ന് വിളിക്കും.
ഹൈഡ്രോളിക് വാഷിങ്ങിന് ഗ്രാവിറ്റി സെപ്പറേഷൻ എന്നൊരു പേരും കൂടിയുണ്ട്. അപ്പോൾ എന്താ നമുക്ക് പറയാം? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റി ഓഫ് ഓർ പാർട്ടിക്കിൾസ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ്. ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന ഓറ് ഒരു അപ്വേർഡ് സ്ട്രീം ഓഫ് റണ്ണിങ് വാട്ടറിലേക്ക് അപ്ലൈ ചെയ്യും. എന്നുവെച്ചാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാട്ടറാണ്, അതിലേക്ക് അപ്വേർഡ് സ്ട്രീം ഓഫ് റണ്ണിങ് വാട്ടറിലേക്ക് ഈ ഓറിനെ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈറ്റർ ഇമ്പ്യൂരിറ്റീസ് എല്ലാം അങ്ങ് ഒഴുകിപ്പോകും. ഇവിടെ ഇമ്പ്യൂരിറ്റിക്ക് ഭാരക്കുറവായിരിക്കും. അപ്പോൾ ലൈറ്റർ ഇമ്പ്യൂരിറ്റി പാർട്ടിക്കിൾസ് എല്ലാം അങ്ങ് വാഷ്ഡ് ആയി ഒഴുകിപ്പോവുകയും ചെയ്യും. ഹെവിയർ ഓർ പാർട്ടിക്കിൾസ് അവിടെ അവശേഷിക്കുകയും ചെയ്യും. When the ore is applied to an upward stream of running water, lighter impurities washed away and the heavier ore particles left behind. അതവിടെ അവശേഷിക്കും. അങ്ങനെയാണ് ഓറിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. ഇവിടെ കിട്ടിയോ? എന്താണ്? ഒന്നാമത്തെ മെത്തേഡാണ് ഹൈഡ്രോളിക് വാഷിംഗ്. അതിന് ഗ്രാവിറ്റി സെപ്പറേഷൻ എന്നൊരു പേരും കൂടെ ഉണ്ട്. അങ്ങനെ പറയാൻ കാരണം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റി ഓഫ് ഓർ പാർട്ടിക്കിൾസ് ആൻഡ് ഇമ്പ്യൂരിറ്റി അല്ലേ? ഇനി അവിടെ എങ്ങനെ ചെയ്യുന്ന പ്രോസസ് എങ്ങനെ ചെയ്യുന്നത്? ദ ഓർ ഈസ് അപ്ലൈഡ് ടു ആൻ അപ്വേർഡ് സ്ട്രീം ഓഫ് റണ്ണിങ് വാട്ടർ. ദെൻ ദ ലൈറ്റർ gang particles or impurity particles washed away and the heavier ore particles left behind. കിട്ടിയല്ലോ? രണ്ടാമത്തെ മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെയുള്ളിടത്താണ് ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ഓർ പാർട്ടിക്കിൾസ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ്. ഓറിൻ്റെയും ഇമ്പ്യൂരിറ്റിയുടെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള വ്യത്യാസം, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ അയണിൻ്റെയൊക്കെ ഓറാണെങ്കിൽ ഇപ്രകാരം ശുദ്ധീകരിക്കാം. അയണിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണല്ലോ. ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഈ ഓറിനെ അപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതിനെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്ത് മാറ്റും, മറ്റുള്ളതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്യും. അങ്ങനെയാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? മാഗ്നറ്റിക് സെപ്പറേഷൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ഓർ പാർട്ടിക്കിൾസ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ്. അടുത്ത മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇവിടെ ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ദാൻ ദ ഇമ്പ്യൂരിറ്റി. ഓറിന് ഭാരക്കുറവും ഇമ്പ്യൂരിറ്റിക്ക് ഭാരം കൂടുതലായിട്ടും സൾഫൈഡ് ഓറുകളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുന്നത്. സൾഫൈഡ് ഓറിൻ്റെ അത് നോട്ട് ചെയ്ത് പഠിച്ചോണേ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് കൂടുതലും സൾഫൈഡ് ഓറിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ്. ഫോർ സൾഫൈഡ് ഓർ. ഇവിടെ ചെയ്യുന്നത് ഓർ എടുക്കുന്നു, അതിനെ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യും. The ore is dissolved in water. എന്നിട്ട് അതിലേക്ക് രണ്ട് സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. അതിൻ്റെ പേര് കളക്ടേഴ്സ് എന്നും പിന്നെ ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് എന്നുമാണ്. കളക്ടേഴ്സ് എന്നും ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് എന്നുമാണ് അതിൻ്റെ പേര്. അതിനകത്തിലെ കളക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഹാൻസ് ദ നോൺ വെറ്റബിലിറ്റി ഓഫ് ഓർ പാർട്ടിക്കിൾസ്. എന്ന് വെച്ചാൽ ഓർ പാർട്ടിക്കിളെ വെള്ളത്തിലങ്ങ് നനഞ്ഞ് കുതിർന്നു പോകാതെ സംരക്ഷിക്കുക, അതാണ് അതിനർത്ഥം. നോൺ വെറ്റബിലിറ്റി, നനയാതിരിക്കാനുള്ള കഴിവിനെ ഇൻക്രീസ് ചെയ്യുവാണ് കളക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി. ഇറ്റ് എൻഹാൻസ് ദ നോൺ വെറ്റബിലിറ്റി ഓഫ് ഓർ പാർട്ടിക്കിൾസ്. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന കളക്ടേഴ്സ് ആണ് പൈനോയിൽ, ഫാറ്റി ആസിഡ്സ് ഒക്കെ സാധാരണ ഉപയോഗിക്കുന്ന കളക്ടേഴ്സ് ആണ്. ഇനി ഈ ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ്, ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ ചെയ്യുന്നത്? ആ ഫ്രോത്തിനെ സ്റ്റെബിലൈസ് ചെയ്യുക, ഉണ്ടാകുന്ന പതയെ സ്റ്റെബിലൈസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ക്രെസോൾ അല്ലെങ്കിൽ അനിലിൻ, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇതൊക്കെ.
ക്രസോളോ അനിലിനോ ഒക്കെ പോലുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കും. ഇറ്റ് സ്റ്റെബിലൈസസ് ദ ഫ്രോത്ത്. അപ്പോൾ വാട്ടറിനകത്തിൽ ഓവർ ഡിസോൾവ് ചെയ്യുന്നു, എന്നിട്ട് അതിലേക്ക് കളക്ടേഴ്സും ഫ്രോത്ത് സ്റ്റെബിലൈസേഴ്സും ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും ആഡ് ചെയ്യും. എന്നിട്ടോ ഈ ഇതെല്ലാം കൂടി ചേർന്ന മിക്സർ നന്നായിട്ട് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രോത്ത് പൊങ്ങി വരും. ഫ്രോത്ത് റൈസസ് ആണ്. അപ്പോൾ ഫ്രോത്ത് പൊങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ കൂടെ ലൈറ്റ് ഓർ പാർട്ടിക്കിൾസും പൊങ്ങി വരും. ഓർ പാർട്ടിക്കിളുടെ ഭാരക്കുറവാണല്ലോ. അപ്പോൾ ഈ ഫ്രോത്തിനോടൊപ്പം അതും പൊങ്ങി വരും. ഹെവിയർ ഇമ്പ്യൂരിറ്റീസ് അവിടെ താഴെ അടിഞ്ഞു കൂടുകയും ചെയ്യും. എന്നിട്ട് ഈ ഓർ പാർട്ടിക്കിൾ കളക്ട് ചെയ്തിട്ട് അത് പിന്നെ ഡ്രൈ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് നടത്തുന്നത്. പറഞ്ഞിരിക്കുന്നത് ആദ്യം ഓർ പാർട്ടിക്കിൾസ് dissolve in water, then collectors and froth stabilizers are added to it. ഇതിനെ collectors ആഡ് ചെയ്യുന്നത് it enhances the non-wettability of ore particles. Froth stabilizer എന്തിനാ ആഡ് ചെയ്യുന്നത്? It stabilizes the froth. എന്നിട്ടോ the mixture is rotated, then froth rises up and along with ore particles. ഫ്രോത്തിനോടൊപ്പം ഓർ പാർട്ടിക്കിളും പൊങ്ങി വരുന്നു. എന്നിട്ട് അത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇമ്പ്യൂരിറ്റീസ് അവിടെ അവശേഷിക്കുകയും ചെയ്യും. ഇനി ഇതിനകത്തില് ഒരേ ഓറിൽ തന്നെ 2 സൾഫൈഡുകൾ ഉണ്ടെങ്കിൽ ആ 2 സൾഫൈഡിനെയും കൂടെ വേർതിരിക്കാൻ വേണ്ടിയിട്ട്, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കെമിക്കൽ ആഡ് ചെയ്യാൻ പറ്റും. അതിനെ ഡെപ്രസൻസ് എന്നാണ് വിളിക്കുന്നത്. ഡെപ്രസൻസ്. ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് തന്നെ നടത്തുമ്പോൾ ഇപ്പോൾ സൾഫൈഡോറിന്റെ പ്യൂരിഫിക്കേഷൻ വേണ്ടിയിട്ട് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരേ മിനറലിൽ തന്നെ, ഒരേ ഓറിൽ തന്നെ 2 സൾഫൈഡോർ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ അതിനെ തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആഡ് ചെയ്യുന്ന കെമിക്കലിനെയാണ് ഡെപ്രസൻസ് എന്ന് വിളിക്കുന്നത്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ, ലെഡ് സൾഫൈഡും സിങ്ക് സൾഫൈഡും കൂടെ ചേർന്ന ഒരു ഓറ്, അതിനകത്ത് ലെഡ് സൾഫൈഡും ഉണ്ട്, സിങ്ക് സൾഫൈഡും ഉണ്ട്. ഇതിനെ തമ്മിൽ ഇപ്പം 2 സൾഫൈഡോറും കൂടെ അല്ലേ പൊങ്ങി വരാൻ പോകുന്നത്. അപ്പം ഇതിനെ തമ്മിലൊന്ന് വേർതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് സോഡിയം സയനൈഡ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ. സോഡിയം സയനൈഡ്, ഇതാണ് Cl, ഇതാണ് ഇവിടുത്തെ ഡെപ്രസൻറ്റ്, സോഡിയം സയനൈഡ്. ഈ മിക്സറിൽ ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നടത്തുമ്പോൾ അതിലേക്ക് സോഡിയം സയനൈഡും കൂടെ ആഡ് ചെയ്യും. ശരിക്കും ഈ സോഡിയം സയനൈഡ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ സിങ്ക് സൾഫൈഡിനെ ആ ഫ്രോത്തിനൊപ്പം പൊങ്ങി വരുന്നതിന് തടയുകയും പകരം ലെഡ് സൾഫൈഡിനെ ആ ഫ്രോത്തിനൊപ്പം പൊങ്ങി വരാൻ അലോ ചെയ്യുകയും ചെയ്യും. It does not permit zinc sulfide to rise up with froth. ഫ്രോത്തിനോടൊപ്പം പൊങ്ങി വരാൻ സിങ്ക് സൾഫൈഡിനെ അനുവദിക്കത്തില്ല. It does not permit and allow lead sulfide to come with the froth. ലെഡ് സൾഫൈഡ് ഫ്രോത്തിനൊപ്പം പൊങ്ങി വരികയും ചെയ്യും. അതാണ് ഡെപ്രസൻറ്റിൻ്റെ ഡ്യൂട്ടി. എന്താ ഡെപ്രസൻറ്റ് ഫംഗ്ഷൻ എന്താണ്? To separate 2 സൾഫൈഡോർസ്. 2 സൾഫൈഡോർ ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാണ് ഡെപ്രസൻറ്റിൻ്റെ ഫംഗ്ഷൻ. എക്സാമ്പിളാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അടുത്ത കോൺസെൻട്രേഷൻ മെത്തേഡാണ് ലീച്ചിങ്. സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നി ഇതൊക്കെ. ഇത് പ്രധാനമായിട്ടും ബോക്സൈറ്റ് ഓറിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ലീച്ചിങ്. ബോക്സൈറ്റ് ഏതിൻ്റെ ഓറായിരുന്നു? അലുമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ്. അതിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലീച്ചിങ്. ഈ ലീച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ പ്രിൻസിപ്പൽ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ സോലിബിലിറ്റി ഓഫ് ഓർ പാർട്ടിക്കിൾസ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ് ഇൻ എ പർട്ടിക്കുലർ സോൾവെന്റ്. ഓറിൻ്റെ ഇമ്പ്യൂരിറ്റിയുടെ സോലിബിലിറ്റി വ്യത്യാസമായിരിക്കും ഒരു പർട്ടിക്കുലർ സോൾവെന്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, the ore particle can dissolve in a particular solvent but the impurity cannot. ഒരു പർട്ടിക്കുലർ സോൾവെന്റ് എടുക്കുമ്പോൾ ഓറിനകത്ത് ഡിസോൾവ് ചെയ്യാൻ കഴിയുകയും ഇമ്പ്യൂരിറ്റിക്ക് ഡിസോൾവ് ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് ലീച്ചിങ്. ഓർ പാർട്ടിക്കിൾ ക്യാൻ ഡിസോൾവ് ഇൻ എ പർട്ടിക്കുലർ സോൾവെന്റ് ആൻഡ് ദി ഇമ്പ്യൂരിറ്റി കനോട്ട്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഏതാ? ബോക്സൈറ്റ്. അലുമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റിൻ്റെ ഫോർമുല Al2O3. ഇതിനകത്തിലേക്ക് NaOH ആഡ് ചെയ്യുന്നു. H2O ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സോൾവെന്റ് ഏതാ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോൾവെന്റ്.
ഈ ബോക്സൈറ്റിലേക്ക് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് ബോക്സൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ബോക്സൈറ്റ് മാത്രമേ അതിനകത്ത് ഡിസോൾവ് ചെയ്യത്തുള്ളൂ. അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഡിസോൾവ് ചെയ്യത്തില്ല. അപ്പം അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്യാം. അതാണ് ഈ ലീച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. എന്നിട്ടോ ഈ ബോക്സൈറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡിനകത്ത് ഡിസോൾവ് ചെയ്തിട്ട് സോഡിയം അലുമിനേറ്റ് ഉണ്ടാകും. NaAlOH 4 times 2 സോഡിയം അലുമിനേറ്റ് ഫോം ചെയ്യും. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ സോഡിയം അലുമിനേറ്റ് NaAlOH 4 times സോഡിയം അലുമിനേറ്റിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്നു. പാസ് ചെയ്യുന്ന സമയത്ത് Al2O3 XH2O പ്ലസ് സോഡിയം ബൈകാർബണേറ്റും ഉണ്ടാകും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ Al2O3 XH2O എടുക്കുന്നു. എന്നിട്ട് അത് ശക്തിയായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് Al2O3യും കിട്ടും പ്ലസ് XH2Oയും കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ബോക്സൈറ്റ് Al2O3 ഇതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ ബോക്സൈറ്റ് മാത്രം സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്യും. എന്നിട്ടോ സോഡിയം അലുമിനേറ്റ് ഫോം ചെയ്യുന്നു. സോഡിയം അലുമിനേറ്റ് എന്നിട്ട് അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ ഇതിനെ ഹൈഡ്രേറ്റഡ് അലുമിന എന്ന് പറയാം. ഹൈഡ്രേറ്റഡ് അലുമിന. Al2O3 XH2O. പിന്നെ അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ നഷ്ടപ്പെടും. എന്നിട്ടോ അലുമിന കിട്ടും. ഇത് അലുമിന. നോക്കിയേ, നമ്മളിവിടെ നോക്കുമ്പോഴേ ഇത് Al2O3 ഇത് Al2O3 പിന്നെ എന്തിനാ റിയാക്ഷൻ ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ? യഥാർത്ഥത്തിൽ എന്താ ഇതെന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റീസും ഒക്കെയുള്ള ബോക്സൈറ്റ് ആയിരുന്നു, അലുമിനിയം ഓക്സൈഡാ. അതിനകത്ത് ഇമ്പ്യൂരിറ്റി എല്ലാം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു വരുന്നത്. ഇത് ബോക്സൈറ്റ്, അതിനകത്ത് ഇമ്പ്യൂരിറ്റീസും എല്ലാം ഉണ്ട്. അതിനോട് എന്നെ ചോദിക്കുമ്പോൾ ഈ Al2O3 മാത്രം റിയാക്ട് ചെയ്താണ് ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പ്രോസസ്സ് എല്ലാം ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ ഇത് Al2O3 അലുമിന എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇതിന് ഇലക്ട്രോളിറ്റിക് എക്സ്ട്രാക്ഷൻ നടത്തിയാണ് അലുമിനിയം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി. ഓക്കെ, അപ്പം ഇതാണ് ലീച്ചിങ്ങിൻ്റെ റിയാക്ഷൻ സ്റ്റെപ്സ്. ഇത് ഇതുപോലെ അങ്ങ് പഠിച്ചു വെക്കണം. ലീച്ചിങ് ഇമ്പോർട്ടൻ്റാ, പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ലീച്ചിങ്. ഈ റിയാക്ഷൻസ് ഇതുപോലെ അങ്ങ് പഠിച്ചു വെക്കണം. അപ്പോൾ ലീച്ചിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഈ ബോക്സൈറ്റിൻ്റെ റിയാക്ഷനാണ് പഠിച്ചു വയ്ക്കുന്നത്. എക്സാമിന് ചോദിക്കുന്നത് അതാ. എങ്കിലും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിളോട് ഒന്ന് പരിചയപ്പെട്ടേക്കാം. അതായത് ഗോൾഡിൻ്റെ സിൽവറിൻ്റെ ഒക്കെ എക്സ്ട്രാക്ഷനിലും റിഫൈനിങ് പ്രോസസ്സിലും എന്താണ് ലീച്ചിങ് ആപ്ലിക്കബിൾ ആണ്, അപ്ലൈ ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗോൾഡിൻ്റെ സിൽവറിൻ്റെ ഒക്കെ എക്സ്ട്രാക്ഷൻ അവിടെയൊക്കെ അത് എന്താ പൊട്ടാസ്യം സയനൈഡ് അല്ലെങ്കിൽ സോഡിയം സയനൈഡ് സൊല്യൂഷനിൽ ലയിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം ഗോൾഡ് സിൽവറൊക്കെ ഈ സൊല്യൂഷൻ അത് ലയിക്കുകയും ബാക്കി ഇമ്പ്യൂരിറ്റീസ് ഒന്നും അതിനകത്തിൽ ഡിസോൾവ് ചെയ്യത്തില്ല. അങ്ങനെ ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. MCN2- ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇതൊക്കെ കോർഡിനേഷൻ കോമ്പൗണ്ട്, നമ്മളിനി പഠിക്കാൻ പോകുന്ന അതൊക്കെ. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇത് അയോൺ ആണ്, അതിന് ബാക്കിയുണ്ട്. കോമ്പൗണ്ട് ഫോം ചെയ്യും. എന്നിട്ട് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിലൂടെ ഈ മെറ്റൽ നമുക്ക് വേർതിരിക്കാം. ഇവിടെ ഇപ്പം ഗോൾഡ് ആകാം, സിൽവർ ആകാം, AU അല്ലെങ്കിൽ AG ആകാം. അപ്പം ഇവിടെ അത് വരും. എന്നിട്ട് സഡൻ വെച്ച് ഇതിനെ ട്രീറ്റ് ചെയ്യുമ്പം സഡൻ ഇവിടോട്ട് വരും. ഈ മെറ്റലിനെ എന്താ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാം. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഇവിടെ ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ചല്ലേ, മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇതും എന്താ നമ്മുടെ ലീച്ചിങ്ങിനൊരു എക്സാമ്പിളാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. മറ്റേതാണ് ആ റിയാക്ഷൻസ് എല്ലാം അതേപോലെ തന്നെ പഠിച്ചു വെക്കണം. അപ്പം ഇത്രയാണ് കോൺസെൻട്രേഷൻ്റെ വിവിധ മെത്തേഡ്സ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓറിൻ്റെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ. ഒരു ഓറിനെ പ്യൂരിഫൈ ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. എന്തിനടിസ്ഥാനത്തിൽ നമ്മൾ മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്? ഓറിൻ്റെയും ഇമ്പ്യൂരിറ്റീസിൻ്റെയും നേച്ചറിനെ ബേസ് ചെയ്തിട്ട്. ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ഗ്രാവിറ്റി സെപ്പറേഷൻ ഉണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ലീച്ചിങ്. 4 മെത്തേഡ്സും കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും മതി. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.